എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ക്രിസ്റ്റൽസിൻ്റെ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ലാറ്റിസുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കഴിഞ്ഞു. ഇത് നമ്മൾ പഠിക്കുന്ന ഒരു പുതിയ സെക്ഷനാണ്, ദാറ്റ് ഈസ് ഇംപെർഫെക്ഷൻ ഇൻ സോളിഡ്സ്. സോളിഡ്സിൽ ഉണ്ടാകുന്ന ഇംപെർഫെക്ഷൻ or it is called defects എന്ന് പറയും. ഡിഫക്റ്റ് നമുക്ക് മനുഷ്യർക്ക് രോഗങ്ങൾ എന്നാണ് പറയുന്നത് അല്ലേ. ഇത് ക്രിസ്റ്റൽസിന് സോളിഡ്സിൽ ഉണ്ടാകുന്ന അസുഖം എന്ന് തന്നെ പറയാം. ഏതാണ്? ഇംപെർഫെക്ഷൻസ് അഥവാ ഡിഫക്റ്റുകൾ എന്ന് പറയും. അതായത് ഇപ്പം ഒരു സോളിഡ് ഫോം ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ ക്ലോസ് പാക്കിംഗ് ആണ്, പാർട്ടിക്കിൾസ് ക്ലോസ്ലി പാക്ക്ഡ് ആണ് വെച്ചിരിക്കുന്നെങ്കിൽ പോലും ഈ പാർട്ടിക്കിൾസിന്റെ ഒക്കെ അറേഞ്ച്മെന്റിലൊക്കെ എന്ത് സംഭവിക്കാം? വ്യത്യാസങ്ങൾ, ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. ഡീവിയേഷൻ ഫോർ ദ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസിന്റെ ക്രിസ്റ്റൽ ലാറ്റിസ്. ഒരു ക്രിസ്റ്റൽ ലാറ്റിസിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങൾ, ഡിഫക്റ്റ്, അതാണ് ഇംപെർഫെക്ഷൻ ഇൻ സോളിഡ്സ് എന്ന് പറയുന്നത്. സാധാരണ ക്രിസ്റ്റലൈസേഷൻ നടന്നിട്ട് ക്രിസ്റ്റൽ ഫോം ചെയ്യുന്ന സമയത്തൊക്കെ ആ ക്രിസ്റ്റൽ ലാറ്റിസിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ഇതുപോലെ ചെറിയ ഇറഗുലാരിറ്റീസ് ഉണ്ടാകും. റെഗുലർ ആയിട്ടുള്ള അറേഞ്ച്മെന്റിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഇറഗുലാരിറ്റീസ് ഇൻ ദ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസ്. അപ്പൊ അതിനെയാണ് നമ്മൾ വിളിക്കുക ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ് അല്ലെങ്കിൽ ഡിഫക്ട്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത് രണ്ട് തരത്തിലുള്ള ഡിഫക്റ്റുകളെ കുറിച്ചുണ്ട്. ഒന്ന് പോയിന്റ് ഡിഫക്റ്റ്, സെക്കൻഡ് വൺ ലൈൻ ഡിഫക്റ്റ്. പോയിന്റ് ഡിഫക്റ്റും ലൈൻ ഡിഫക്റ്റും, ഇങ്ങനെ രണ്ട് തരം ഡിഫക്റ്റുകളാണ് സാധാരണ എവിടെ ഉണ്ടാകുന്നത്? ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ അല്ലെങ്കിൽ സോളിഡ്സിനകത്ത് ഉണ്ടാകുന്നത്. അതിൽ പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറഗുലാരിറ്റി അല്ലെങ്കിൽ ഡീവിയേഷൻ അറൗണ്ട് ആൻ ആറ്റം ഓർ എ സ്പേസ്. ഒരു ചെറിയ സ്പേസിലേക്കോ അല്ലെങ്കിൽ ഒരു ആറ്റത്തിന് ചുറ്റുമായിട്ടോ മാത്രം സംഭവിക്കുന്ന ഡിഫക്റ്റുകളാണ് എന്ത്? പോയിന്റ് ഡിഫക്ട്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അറൗണ്ട് ആൻ ആറ്റം അല്ലെങ്കിൽ അറൗണ്ട് എ പോയിന്റ്, ഒരു പോയിന്റ് ചുറ്റും അല്ലെങ്കിൽ ഒരു ആറ്റത്തിന് ചുറ്റുമായിട്ട് മാത്രം സംഭവിക്കുന്ന ഡിഫക്റ്റുകളാണ് പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ലൈൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഒരു എൻറ്റയർ റോയിൽ കംപ്ലീറ്റ് ആയിട്ട് സംഭവിക്കുന്നതാണ്. ഒരു വരിയിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് സംഭവിക്കും? ഡിഫക്റ്റ് സംഭവിക്കും. എൻറ്റയർ റോ, അതാണ് ലൈൻ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇത് എവിടെ പറഞ്ഞിരിക്കുന്നത്? അറൗണ്ട് എ പോയിന്റ് അല്ലെങ്കിൽ അറൗണ്ട് ആൻ ആറ്റം, അതാണ് പോയിന്റ് ഡിഫക്റ്റ്. ലൈൻ ഡിഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കംപ്ലീറ്റ് റോയിൽ സംഭവിക്കുന്നതാണ്. ഇത് രണ്ടും ചേർത്ത് വിളിക്കുന്നത് ക്രിസ്റ്റൽ ഡിഫക്റ്റ് എന്നാണ്. ഈസ് കോൾഡ് ക്രിസ്റ്റൽ ഡിഫക്റ്റ് എന്ന് വിളിക്കും. ക്രിസ്റ്റൽ ഡിഫക്റ്റ് എന്നറിയപ്പെടും. അതിൽ നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത് പോയിന്റ് ഡിഫക്റ്റിനെ കുറിച്ച് മാത്രമാണ്. ലൈൻ ഡിഫക്റ്റിനെ കുറിച്ച് പഠിക്കാൻ നമുക്കില്ല. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് മാത്രം, പോയിന്റ് ഡിഫക്റ്റിനെ കുറിച്ച് മാത്രം നമുക്ക് പഠിച്ചാൽ മതി. therefore നമ്മൾ നെക്സ്റ്റ് ഹെഡിങ് എന്ത് മാത്രമാണ്? പോയിന്റ് ഡിഫക്ട്സ് മാത്രമാണ്. പോയിന്റ് ഡിഫക്ട്സ്. ഈ പോയിന്റ് ഡിഫക്റ്റ് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. Stoichiometric defect. Second one impurity defect. Impurity defect. Third one non stoichiometric defect. അപ്പം point defects are classified into three. First one is stoichiometric defect, second one is
impurity defect. Third one is non-stoichiometric defect. Okay ആണല്ലോ. അത് നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഏതാണ്? സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ്. എല്ലാവരും പഠിക്കണം. ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകളെ മറ്റ് രണ്ട് പേരുകളിൽ കൂടി അറിയപ്പെടും. ഓർ intrinsic defect, intrinsic defect, or it is called thermodynamic defect. അപ്പം സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ഓർ ഇൻട്രിൻസിക് ഡിഫക്റ്റ് അതുമല്ലെങ്കിൽ it is called thermodynamic defects എന്ന് വിളിക്കും. This type of defect that do not disturb the stoichiometry of the solid. സോളിഡിന്റെ സ്റ്റോഷിയോമെട്രിയെ ഒരു തരത്തിലും ബാധിക്കാത്ത തരത്തിലുള്ള ഡിഫക്റ്റുകളാണ് സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓർ ഇൻട്രിൻസിക് ഡിഫക്റ്റ് അതുമല്ലെങ്കിൽ തെർമോഡൈനാമിക് ഡിഫക്റ്റ്. അപ്പോൾ നമുക്ക് ഇതിനെ രണ്ട് കാറ്റഗറി ആയിട്ട് പഠിക്കാം. ടെക്സ്റ്റ് ആണ് കൊടുത്തില്ലെങ്കിൽ പോലും നമുക്ക് ഇതിനെ രണ്ട് കാറ്റഗറി ആയിട്ട് പഠിക്കാൻ പറ്റും. അത് ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇൻ നോൺ അയോണിക് ക്രിസ്റ്റൽസ്. ഫസ്റ്റ് വൺ, നോൺ അയോണിക് ആയിട്ടുള്ള ക്രിസ്റ്റൽസ് സംഭവിക്കുന്ന സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റുകൾ. നോൺ അയോണിക് എന്ന് നമുക്കറിയാം ചാർജ് ഇല്ലാത്ത ക്രിസ്റ്റൽസ് ആണ്. ആ നോൺ അയോണിക് ക്രിസ്റ്റൽസിനകത്ത് രണ്ട് തരത്തിൽ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് സംഭവിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ വേക്കൻസി ഡിഫക്റ്റ്. വേക്കൻസി ഡിഫക്റ്റ്. സെക്കൻഡ് വൺ ഈസ് കാൾഡ് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. വേക്കൻസി ഡിഫക്റ്റും ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്, ആ രണ്ട് ഡിഫക്റ്റുകളാണ് നോൺ അയോണിക് ആയിട്ടുള്ള ക്രിസ്റ്റൽസിനകത്ത് സംഭവിക്കുന്നത്. എന്താണ് വേക്കൻസി ഡിഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കുക. ഈ കുറെ പടങ്ങളിലൂടെ നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കാൻ ഡിഫക്റ്റുകൾ കംപ്ലീറ്റ്. ആ പടം വരയ്ക്കുന്ന വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ നോൺ അയോണിക്കിന്റെ നോർമൽ ക്രിസ്റ്റൽ വരയ്ക്കാൻ വേണ്ടി 1 സ്ഫിയറുകൾ വരയ്ക്കും. 2 3 4. ഇവിടെ 1 2 3 4. ഇവിടെ 1 2 3 4. ഇതൊരു പെർഫെക്റ്റ് ക്രിസ്റ്റൽ ആണ്, ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ ക്രിസ്റ്റൽ പറയുന്നത് നോൺ അയോണിക് ആണ്. അത് ചാർജ് ഇല്ല, പ്ലസ് മൈനസ് എഴുതിയിട്ടില്ല, ചാർജ് ഇല്ല, നോൺ അയോണിക് ആണ്. ഇതിൽ എന്ത് സംഭവിക്കണം? വേക്കൻസി ഡിഫക്റ്റ് ഉണ്ടാവണം. വേക്കന്റ് ആകുന്നത് നമുക്കറിയാം ഇല്ലാതാവുന്നത്, നഷ്ടപ്പെടുന്ന നടത്തത്തിലാണ്. അപ്പൊ ഈ പെർഫെക്റ്റ് ക്രിസ്റ്റലിൽ വേക്കൻസി ഡിഫക്റ്റ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് എത്രയേ ഉള്ളൂ? അത് എവിടെയെങ്കിലും ഉള്ള നമ്മുടെ പാർട്ടിക്കിൾ സ്ഫിയർ എന്ത് ചെയ്യും? ഇല്ലാതാവും. ഇവിടെ ഒരു പാർട്ടിക്കിൾ പോയി, ഇവിടെ പാർട്ടിക്കിൾ ഇല്ല, അവിടെ വേക്കന്റ് ആയി. അതല്ല എവിടെ പോയി, അവിടെ ഒരു വേക്കൻസി ഉണ്ടായി. അപ്പൊ ഈ ഭാഗത്തും ഈ ഭാഗത്ത് എന്തില്ല? നോർമൽ സ്ഫിയർ ഇല്ല, വേക്കൻസി ഉണ്ടായി. ഇറ്റ് ഈസ് കോൾഡ് വേക്കൻസി ഡിഫക്റ്റ്. അതായത് നോർമലി ഈ പറഞ്ഞ സ്ഫിയറുകൾ മിസ് ചെയ്യുകയാണ്. എവിടെ നിന്നെങ്കിലൊക്കെ എന്ത് ചെയ്യുന്നു? നോർമൽ സൈഡിൽ നിന്ന് സ്ഫിയറുകൾ മിസ് ചെയ്യും. അവിടെ എന്താവും? വേക്കന്റ് ആവും. അങ്ങനെ ഉണ്ടാകുന്ന ഡിഫക്റ്റുകളാണ് എന്നറിയപ്പെടുന്നത് വേക്കൻസി ഡിഫക്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ നഷ്ടപ്പെടുന്നത് കൊണ്ട്, വേക്കൻസി ഡിഫക്റ്റില് ഈ സ്ഫിയർ നഷ്ടപ്പെടുന്നത് കൊണ്ട് ഇവിടെ ഡെൻസിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഡിക്രീസ് ഡെൻസിറ്റി ഓഫ് ദ ക്രിസ്റ്റൽ. കാരണം എണ്ണം കുറയുക. അങ്ങനെ കുറയുന്നതുകൊണ്ട് ഡെൻസിറ്റി ഇവിടെ എന്ത് ചെയ്യും? കുറയും. ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. ഒരു പോയിന്റ് ആണ് കൂടെ ഉള്ളത്. അതുപോലെ ഇങ്ങനെ ഒരു വേക്കൻസി ഇഫക്റ്റ് സാധാരണ ഉണ്ടാകുന്നത് വസ്തുക്കളെ ഹീറ്റ് ചെയ്യുമ്പോഴാണ്, ചൂടാക്കുമ്പോഴാണ്. നോൺ അയോണിക് ആയിട്ടുള്ള ക്രിസ്റ്റൽസിൽ നിന്ന് ഇതുപോലെ പറഞ്ഞ സ്ഫിയറുകൾ എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകുന്നു. ദാറ്റ് മീൻസ് അവിടെ വേക്കന്റ് ആകുന്നു. അതിനെ നമ്മൾ വേക്കൻസി ഇഫക്റ്റ് എന്ന് വിളിച്ചു. അതിന് ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് നോൺ അയോണിക്കിലെ ഫസ്റ്റ് വൺ വേക്കൻസി ഡിഫക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിലെ സെക്കൻഡ് വൺ ആണ് ഇത് ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇന്റർസ്റ്റീഷ്യൽ എന്താണ്? ഇന്റർസ്റ്റീഷ്യൽ എന്ന് വെച്ചാൽ ഇടയ്ക്കുള്ള സ്പേസ് ആണ്.
ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇന്റർസ്റ്റിഷ്യൽ സ്പേസുകൾ എന്ന് വിളിക്കാൻ പറ്റും, ഇടയ്ക്കുള്ള സ്പേസുകളാണ്. അപ്പൊ എന്താണ് ഇന്റർസ്റ്റിഷ്യൽ ഡിഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു നോർമൽ ക്രിസ്റ്റൽ വരയ്ക്കുകയാണിത്. ഇത് നോർമൽ ക്രിസ്റ്റലാണ്. ആ നോർമൽ ക്രിസ്റ്റലിനകത്തേക്ക് അതിന്റെ ഇന്റർസ്റ്റിഷ്യൽ സ്പേസിലേക്ക് വേറെ പാർട്ടിക്കിൾസ് കയറിയിരിക്കും. ഈ ഒരു സ്പേസിൽ കയറിയിരുന്ന ഒരാള് ഈ സ്പേസിലേക്കും ഒരാൾ കയറിയിരിക്കും. പുറത്തുനിന്ന് ആളുകൾ ഒന്ന് കയറുകയാണ്. അപ്പൊ ഒരു നോർമൽ നോൺ അയോണിക് ക്രിസ്റ്റലിന്റെ ഇന്റർസ്റ്റിഷ്യൽ പൊസിഷനുകളിലേക്ക് മറ്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ആഡ് ചെയ്യും. സെയിം പാർട്ടിൽ തന്നെയായിരിക്കും വരുന്നത്, അത് പുറത്തുനിന്ന് ആഡ് ചെയ്യും ആ സ്പേസിലേക്ക് മാത്രമായി. അങ്ങനെ ഉണ്ടാകുന്ന ഡിഫക്റ്റുകളാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇന്റർസ്റ്റിഷ്യൽ ഡിഫക്ട്സ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഇന്റർസ്റ്റിഷ്യൽ ഡിഫക്റ്റിന്റെ ഫലമായിട്ട് അവിടെ എന്ത് സംഭവിക്കും? ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. കാരണം പുതിയ ആൾക്കാർ വരികയാണ്, അതുകൊണ്ട് ഇൻക്രീസ് ഡെൻസിറ്റി. അപ്പൊ നോർമൽ സൈക്കിളല്ല വന്നിരിക്കുന്നത്, പിന്നെ എവിടെയാണ്? ഇന്റർസ്റ്റിഷ്യൽ പൊസിഷനിലേക്കാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന ഡിഫക്റ്റുകളാണ് ഇന്റർസ്റ്റിഷ്യൽ ഡിഫക്റ്റ്. അപ്പൊ ഇവിടെ എത്ര വേണമെങ്കിലും നമുക്ക് നഷ്ടപ്പെടുത്താം, ഇവിടെ എത്ര പേര് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. കാരണം ഇത് നോൺ അയോണിക് ക്രിസ്റ്റലുകളാണ്, ചാർജ് ഇല്ലാത്തതാണ്. അപ്പൊ അവിടെ ചാർജിന്റെ ന്യൂട്രാലിറ്റിക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല. അപ്പൊ എത്ര വേണമെങ്കിലും നമുക്ക് മിസ് ചെയ്ത് കളയാം, എത്ര വേണമെങ്കിലും പുതുതായിട്ട് നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യും. അതാണ് ഈ രണ്ട് ഡിഫക്റ്റിന്റെ പ്രത്യേകത പറഞ്ഞത്. അപ്പം വേക്കൻസി ഡിഫക്റ്റ് കഴിഞ്ഞു, ഇന്റർസ്റ്റിഷ്യൽ ഡിഫക്റ്റ് കഴിഞ്ഞു. അപ്പം ഇത് നോൺ അയോണിക് കേസ് ആയിരുന്നു. നമ്മൾ ഇതിലേക്ക് മാറ്റാൻ തുടങ്ങി, അയോണിക്കിലേക്ക് മാറ്റുമ്പോൾ ഡിഫക്റ്റിന്റെ വ്യത്യാസം നമുക്ക് നോക്കാം. അപ്പൊ അടുത്ത ഹെഡിങ് എന്താണ്? അയോണിക് സോളിഡ്സ് എന്നോ അല്ലെങ്കിൽ അയോണിക് ക്രിസ്റ്റൽസ് എന്നോ പറയുന്നുണ്ട്. അയോണിക്. അപ്പൊ അയോണിക് ആവുന്ന കുഴപ്പം നമുക്കറിയാം. അയോണിക് ആവുമ്പോൾ പോസിറ്റീവ് ആണെന്നാണ് നെഗറ്റീവ് ആണെന്നാണ്. അപ്പൊ എപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം? ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. വെറുതെ നമുക്ക് എടുത്ത് കളയാനോ വെറുതെ കുറെ പേരെ കൊണ്ടുവരാനൊന്നും പറ്റില്ല. എത്ര പേരെ കളഞ്ഞാലും എത്ര പേരെ കൊണ്ടുവന്നാലും നമ്മൾ എന്ത് ചെയ്താലും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റിയുടെ മെയിൻറ്റെയിൻ ആയിരിക്കണം. അതാണ് നമ്മുടെ പ്രത്യേകത. അപ്പൊ അവിടെ നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് തരം ഡിഫക്റ്റുകളാണ്. അതിൽ ഒന്നാമത്തത് ഈസ് കാൾഡ് ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയും. ഫസ്റ്റ് വൺ ഈസ് കാൾഡ് ഷോർട്ട് കീ ഡിഫക്റ്റ്, സെക്കൻഡ് വൺ ഫ്രണ്ടൽ ഡിഫക്റ്റ് ആണ്. ഇനി പഠിക്കുക ഷോർട്ട് കീ ഡിഫക്റ്റ് ആൻഡ് ഫ്രണ്ടൽ ഡിഫക്റ്റ്. ഇത് രണ്ട് ഡിഫക്റ്റുകളാണ് അയോണിക് ക്രിസ്റ്റൽസിനെ നമുക്ക് പഠിക്കാനുള്ളത്, ഷോർട്ട് കീ ആൻഡ് ഫ്രണ്ടൽ. അതില് ഷോർട്ട് കീ ഡിഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളൊരു പെർഫെക്റ്റ് ക്രിസ്റ്റൽ വരയ്ക്കുന്നു. 1 2 3 4 1 2 3 4 1 2 3 4. ഇത് അയോണിക് ആണെന്നുണ്ടാവണം, ചാർജ് ഉണ്ടാവണം. ഇത് പ്ലസ് ആണെങ്കിൽ അടുത്തിരിക്കുന്നത് മൈനസ് ആയിരിക്കും, വീണ്ടും പ്ലസ് ആയിരിക്കും, അടുത്ത് മൈനസ്. ഇത് പ്ലസ് ആണ്, ഇത് മൈനസ്, ഇത് പ്ലസ് മൈനസ് പ്ലസ്, വീണ്ടും പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. ഇത് പെർഫെക്റ്റ് ക്രിസ്റ്റൽ ആണ്. ഒരു കാർഡ്സിദ്ധിക്ക് വരച്ചതിനകത്ത് നമുക്കറിയാം എപ്പോഴും കാറ്റിയോൺസ് ചെറുതും ആനിയോൺസ് വലുതുമാണ്. അപ്പൊ എപ്പോഴും ഇത് വരയ്ക്കുമ്പോൾ പോസിറ്റീവ് ആയും വരയ്ക്കുമ്പോൾ അല്പം ചെറുതായിട്ടും ഇത് വരയ്ക്കുമ്പോൾ അല്പം വലുതായിട്ടും വരയ്ക്കുക. ടെക്സ്റ്റ് അങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ ഇങ്ങനെ വരച്ചു പോകുന്നത്, ഒരേ സ്പേസ് ഇട്ട് വരച്ചു പോകുന്നതാണ്. മനസ്സിൽ ഓർത്തേക്കുക, ഇത് ചെറുത്, ഇത് വലുതാണ്. ആനിയോൺസ് ലാർജറാണ്, കാറ്റിയോൺസ് സ്മാളറാണ് എപ്പോഴും. ഓക്കെ, ഇതൊരു പെർഫെക്റ്റ് ക്രിസ്റ്റലാണ്. ഇതിൽ എങ്ങനെയാണ് ഒരു ഷോർട്ട് കീ ഡിഫക്റ്റ് ഉണ്ടാകുന്നത് നമുക്ക് പഠിക്കാം. നമുക്ക് നോക്കാം. ഷോർട്ട് കീ ഡിഫക്റ്റ് ഒരു തരത്തിൽ വേക്കൻസി ഡിഫക്റ്റ് ആണ്, വേക്കന്റ് ആകുന്ന ഡിഫക്റ്റ് തന്നെയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എവിടെന്നെങ്കിലും ഒരു പോസിറ്റീവ് അയോൺ മിസ് ചെയ്ത് വിചാരിക്കുക. അവിടെ ഒരു പോസിറ്റീവ് ഉണ്ടാകുന്നത് മിസ്സായി, അവിടെ ഇല്ല, ഒരു കാറ്റിയോൺ മിസ് ചെയ്യും. അപ്പൊ നമുക്കറിയാം ഇതൊരു ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഇരുന്ന ഒരു ക്രിസ്റ്റൽ ആയിരുന്നു. അങ്ങനെ ഇരുന്ന ഒരു ക്രിസ്റ്റലിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഒരു പോസിറ്റീവ് അയോൺ, ഒരു കാറ്റിയോൺ മിസ്സായി. അപ്പൊ നമുക്കറിയാൻ പറ്റും ഇവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി തെറ്റി. കാരണം ഒരു നെഗറ്റീവ് ചാർജ് വളരെ അധികമാണ്. അത് ശരിയാണോ? ഇല്ല. അപ്പൊ ഇവിടെ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി തൊട്ടടുത്ത് എവിടെന്നെങ്കിലും എന്ത് ചെയ്യും? ഒരു നെഗറ്റീവ് ചാർജും മിസ്സാകും. അപ്പൊ തന്നെ അവിടെ താഴ്ന്നു ആകാം, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഇതും ആകാം, ഒരു നെഗറ്റീവ് ചാർജും അവിടെ നിന്ന് മിസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ
ഇവിടെ രണ്ട് വേക്കന്റുകൾ തന്നെയാണ് ഫോം ചെയ്തത്, അല്ലെ വേക്കൻസിയാണ് ഫോം ചെയ്തിരിക്കുന്നത്. പ്രത്യേകത മിസ്സിംഗ് ഈക്വൽ നമ്പർ ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനിയോൺസ് ഫ്രം ദെയർ നോർമൽ സൈറ്റ്. നോർമൽ സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആക്ച്വൽ സൈറ്റിൽ നിന്ന് സെയിം എണ്ണം കാറ്റയോണുകളും ആനിയോണുകളും മിസ് ചെയ്യും. എന്താണ് ഈക്വൽ നമ്പർ മിസ് ചെയ്യുന്നത് ചോദിച്ചാൽ ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഈക്വൽ നമ്പർ എന്ത് കാറ്റയോണും ആനയോണും ക്രിസ്റ്റൽ ലാറ്റിസിൽ നിന്ന് മിസ്സാകുന്നത്. ഇത്തരം ഡിഫക്റ്റുകളാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് അറിയപ്പെടുന്നത്. മിസ്സിംഗ് ഈക്വൽ number of ions, that means there are cations and anions. ഏതാണ് ഈക്വൽ നമ്പർ മിസ്സിംഗ് പറഞ്ഞു കൊടുക്കുക? ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. ഓക്കെ ആണല്ലോ പോയിന്റ്? യെസ്. രണ്ടാമത്തെ പോയിന്റ് പറയാൻ പറ്റുന്നത് ഇവിടെയും മിസ്സിംഗ് ആണ്. വേക്കൻസി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, മീൻസ് പാർട്ടിക്കിൾസ് നമുക്ക് നഷ്ടമാവുകയാണ്. അതുകൊണ്ട് ഇത്തരം ഡിഫക്റ്റുകളിലും ഡെൻസിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ്. ഡെൻസിറ്റി ഡിക്രീസിങ്. ഓക്കെ. തേർഡ് പോയിന്റ്, ഇങ്ങനെ സാധാരണ ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്ന ക്രിസ്റ്റൽസിന്റെ പ്രത്യേകത അതിലുള്ള കാറ്റയോൺസിന്റെയും ആനയോൺസിന്റെയും സൈസ് ആൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ആൾമോസ്റ്റ് സിമിലർ സൈസ് ഓഫ് ദ അയോൺ. അയോൺസിന്റെ സൈസ് ഏകദേശം എന്താവണം? തുല്യമാകണം. അതായത് കാറ്റയോണിന്റെയും ആനയോണിന്റെയും സൈസ് ഏകദേശം എന്തായിരിക്കും? തുല്യമായിരിക്കും. അത്തരം ക്രിസ്റ്റലുകളിലാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. നാളത്തെ പോയിന്റ് പറയുന്നത് എക്സാമ്പിൾ ആണ്. ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്ന നോർമൽ ക്രിസ്റ്റൽസ് പറഞ്ഞിരിക്കുന്നത് NaCl, KCl, CaCl and AgBr. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സീസിയം ക്ലോറൈഡ്, സിൽവർ ക്ലോറൈഡ് എക്സെട്ര. ഇതൊക്കെയാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് കാണിക്കുന്ന മോളിക്യൂൾസിന് അല്ലെങ്കിൽ ക്രിസ്റ്റൽസിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഷോർട്ട് കീ ഡിഫക്റ്റ്. ഓക്കെ ആണല്ലോ? യെസ്. ഇതുപോലെ നമുക്ക് ഒന്നുകൂടി ഏതാണ്? ഫ്രങ്കൽ ഡിഫക്റ്റ്. രണ്ടാമത്തതാണ് ഏത് വരുന്നത്? ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നോക്കാം എന്താണെന്ന്. ഫ്രങ്കൽ ഡിഫക്റ്റ്. ഫ്രങ്കൽ ഡിഫക്റ്റ്. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു നോർമൽ ക്രിസ്റ്റൽ വരയ്ക്കുന്നു. ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റലാണ്, അയോണിക് ആയിട്ടുള്ള പെർഫെക്റ്റ് ക്രിസ്റ്റലാണ്. അപ്പൊ അവിടെ നമുക്ക് ഇനി കൊണ്ടുവരേണ്ടതാണ് ഫ്രങ്കൽ ഡിഫക്റ്റ് ആണ് കൊണ്ടുവരേണ്ടത്. അപ്പൊ എന്താണ് ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ ക്രിസ്റ്റൽസ് ലാറ്റിസിൽ നിന്ന് എവിടെ നിന്നെങ്കിലും കാറ്റയോൺ മിസ്സിംഗ്. ഒരു കാറ്റയോൺ പോസിറ്റീവ് അയോൺ സ്മാളർ അയോൺ ആണ് കാറ്റയോൺ എന്ന് പറയുന്നത്. സ്മാളർ അയോൺ കാറ്റയോൺ എന്ത് ചെയ്യുന്നു? ലീവായി പോയി. വേറെ കുഴപ്പമില്ല. ആ നോർമൽ സൈഡിൽ നിന്ന് മാറിയ ആ പോസിറ്റീവ് അയോൺ അല്ലെങ്കിൽ കാറ്റയോൺ തൊട്ടടുത്തുള്ള ഇന്റർസ്റ്റീഷ്യൽ സ്പേസിലേക്ക് മാറി. അപ്പം നോർമൽ സൈറ്റ് ഇരുന്നതാണ്, അവിടെ ജസ്റ്റ് മാറി എങ്ങോട്ട് പോയി? ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് പോയി. അതിന്റെ സ്ഥാനം മാറി. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അവർക്ക് എപ്പോഴും പോകുന്നത് കാറ്റയോൺസ് മാത്രം, ആനയോൺസ് മൂലം. കാരണം ഈ ഇന്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് പറയുന്നത് ചെറിയ സ്പേസുകളാണ്. അവിടേക്ക് ഇരിക്കാൻ കഴിയുന്നത് ചെറിയ സൈസുള്ള കാറ്റയോൺസിന് മാത്രമായിരിക്കും. ആർക്ക് പറ്റില്ല? ആനയോൺസിന് പറ്റില്ല. അപ്പം നോർമൽ സൈറ്റിൽ നിന്ന് ഒരു കാറ്റയോൺ ലീവ് ചെയ്ത് തൊട്ടടുത്തുള്ള ഇന്റർസ്റ്റീഷ്യൽ സൈറ്റിലേക്ക് മാറും. അപ്പൊ എന്താ സംഭവിച്ചു? ഇവിടെ ഒരു വേക്കൻസി ഡിഫക്റ്റ് ഉണ്ടായി, ഇവിടെ ഒരു ഇന്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് ഉണ്ടായി. നമ്മൾ പഠിച്ചതാണ് രണ്ടും ചെയ്തത്. വേക്കൻസി വരുന്നുണ്ട്, ഇന്റർസ്റ്റീഷ്യൽ ഉണ്ടാകും. ഇതിന് മറ്റൊരു പേര് പറയും, ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് എന്ന് പറയും. ഡിസ്ലൊക്കേഷൻ
ലൊക്കേഷൻ ഡിഫക്റ്റ് എന്നും ഇതിനെ അറിയപ്പെടുന്നു. ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ്, ലൊക്കേഷൻ മാറി വരുന്ന ഡിഫക്റ്റ് എന്നും അറിയപ്പെടുന്നു. ഒരു വേക്കൻസി ഡെവലപ്പ് ചെയ്തു, ഇൻഡസ്ട്രീഷനും ഉണ്ടായി. ഇനി എങ്ങനെ പറയാൻ പറ്റും? എ കാറ്റയോൺ or smaller ions leave from its normal site and occupy the interstitial position, or it is called dislocation defect. ഒരു പോയിന്റ് ആയി. സെക്കൻഡ് പോയിന്റ് നമുക്കറിയാം, ഇവിടെ നഷ്ടപ്പെടുകയോ നേടുകയോ ഒന്നും ചെയ്യുന്നില്ല പാർട്ടിക്കിൾസിനെ. അതുകൊണ്ട് ഡെൻസിറ്റിക്ക് നോ ചേഞ്ച് ആണ്, ഡെൻസിറ്റിക്ക് മാറ്റമില്ല, നോ ചേഞ്ച്. അടുത്ത പോയിന്റ്, ഇങ്ങനെ ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്ന ലാറ്റിസുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ കാറ്റിയോൺസും ആനോൺസും തമ്മിലുള്ള സൈസിൽ ലാർജ് ഡിഫറൻസ് ഉണ്ടാകും. കാറ്റിയോൺസ് ആൻഡ് ആനോൺസ് ആർ ലാർജ് ഡിഫറൻസ് ഇൻ ദെയർ സൈസ്. സൈസിൽ വളരെ വലിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കണം. എന്നുവെച്ചാൽ കാറ്റിയോൺസ് ഏറ്റവും ചെറുതും ആനോൺസ് അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലുതുമായിരിക്കണം, എങ്കിൽ മാത്രമേ ഫ്രങ്കൽ ഡിഫക്റ്റ് ഉണ്ടാകൂ. ലാസ്റ്റ് പോയത് നമുക്ക് എക്സാമ്പിളുകളാണ്. എക്സാമ്പിൾ പറഞ്ഞത് AgCl ഉണ്ട്, AgBr ഉണ്ട്, AgI ഉണ്ട്, അതുപോലെ സിങ്ക് സൾഫൈഡ് ഉണ്ട്. ഇതൊക്കെയാണ് ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുന്നതിന് എക്സാമ്പിൾസ്. അപ്പോൾ ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. അവിടെ AgBr എന്ന എക്സാം എഴുതിയിട്ടുണ്ട്. ഇതേ എക്സാമ്പിൾ എവിടെ ഉണ്ടായിരുന്നു? ഷോർട്ടി ഡിഫക്റ്റിലും ഉണ്ടായിരുന്നു. അപ്പൊ ഏത് മോളിക്യൂളാണ് ഷോർട്ടി ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും ഒരുപോലെ കാണിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഓർത്തുകൊള്ളുക, ഇത് സിൽവർ ബ്രോമൈഡ് ആണ് ആൻസർ. ഷോർട്ടി ഡിഫക്റ്റിലും വരുന്നുണ്ട്, ഫ്രങ്കൽ ഡിഫക്റ്റിലും വരുന്നുണ്ട്. സോ AgBr മറക്കരുത്, ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എക്സാം വെച്ചിട്ടേക്കായിരിക്കും ഏത് ടൈപ്പ് ഡിഫക്റ്റ് എന്നൊക്കെ ചോദിക്കുക. അപ്പൊ നല്ലതുപോലെ പഠിക്കുക. ഓർക്കുക, നമ്മൾ തുടങ്ങിയത് ഇംപെർഫെക്ഷൻ സോൾസ് ആണ്. ഡിഫക്റ്റ് എന്ന് പറഞ്ഞു നമ്മള് അത് 2 കാറ്റഗറികൾ പറഞ്ഞു, പോയിന്റ് ഡിഫക്റ്റും ലൈൻ ഡിഫക്റ്റും. അല്ലെങ്കിൽ പഠിക്കാനുള്ളത് ഈ വർഷം പോയിന്റ് ഡിഫക്റ്റിനെ കുറിച്ച് മാത്രമായിരുന്നു. അത് 3 തരത്തിലുണ്ടായിരുന്നു: സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്, ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്, നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. അതിൽ നമ്മൾ ആദ്യം തുടങ്ങിയ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ്. അതിൽ 2 പേരും കൂടി വിളിക്കും, ഇൻട്രിൻസിക് ഡിഫക്റ്റ് അല്ലെങ്കിൽ തെർമോഡൈനാമിക് ഡിഫക്റ്റ്. അതിന് നമുക്ക് 2 കാറ്റഗറി മാറ്റാൻ വേണ്ടി വേണമെങ്കിൽ ഒന്ന് നോൺ അയോണിക്, അവിടെ നമ്മൾ 2 പഠിച്ചു, വേക്കൻസി ഡിഫക്റ്റും ഇൻഡസ്ട്രിയൽ ഡിഫക്റ്റും. രണ്ടാമത്തെ കാറ്റഗറി അയോണിക് ക്രിസ്റ്റൽസിനകത്താണെങ്കിൽ അത് ഷോർട്ടി ഡിഫക്റ്റ് എന്നും ഫ്രങ്കൽ ഡിഫക്റ്റ് എന്നും അറിയപ്പെടും. അപ്പൊ ഈ വരയ്ക്കുന്ന പിക്ചർ നമ്മൾ ഇമ്പോർട്ടന്റ് ആണ്, നല്ലതുപോലെ വരച്ച് പഠിക്കുക, മനസ്സിലായി. ഓക്കെ, മറക്കരുത്. അപ്പം ഈ ഭാഗം ഇവിടെ തീർന്നു. ഇനി പുതിയ സെക്ഷൻ വീണ്ടും നമ്മൾ തുടങ്ങിയാണ് ഡിഫക്റ്റിനകത്ത്. ഓക്കെ.